നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശശി തരൂർ എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ പ്രചാരണത്തിന് എത്താത്തത്? തരൂരിനെ പ്രചരണത്തിനായി നിലമ്പൂരിലേക്ക് അടുപ്പിക്കണ്ട എന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. ശശി തരൂർ നിലമ്പൂരിൽ വന്നാൽ മുസ്ലിം വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് എതിരാകുമോ എന്നാണ് പാർട്ടി ഭയം. അല്ലെങ്കിൽ അങ്ങനെ എതിരാകുമെന്ന് കോൺഗ്രസിലെ ചിലർ പ്രചരിപ്പിക്കുന്നു. ശശി തരൂർ മോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകമെങ്ങും പ്രചരണം നടത്താൻ പാകിസ്ഥാന്റെ ഇന്ത്യയിൽ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ച് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ പറന്നു നടക്കുമ്പോൾ തരൂരിനെ നിലമ്പൂരിൽ കൊണ്ടുവന്ന് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രസംഗിപ്പിച്ചാൽ വിപരീത ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം പറയുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ആളായി അറിയപ്പെടുന്ന ശശി തരൂർ നിലമ്പൂരിൽ വന്ന് പ്രസംഗിച്ചാൽ, ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി പ്രസംഗിച്ചാൽ ഷൗക്കത്ത് തോക്കാൻ അത് തന്നെ മതിയെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. മാത്രമല്ല, CPM അത് വലിയൊരു ആയുധമാക്കി മാറ്റുകയും ചെയ്യും. നരേന്ദ്രമോദിയുടെ ഗുഡ് ബുക്കിലുള്ള ശശി തരൂരിനെ നിലമ്പൂരിലേക്ക് അടുപ്പിക്കണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. തരൂർ വരണമെന്ന് ആദ്യം മുസ്ലിം ലീഗിന് ആഗ്രഹമുണ്ടായെങ്കിലും അത് തിരിച്ചടിയാകുമെന്നുള്ള ഭയം അവരിലും പടന്നു കയറി. ഇതോടെ ശശി തരൂരിനെ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം MP-യും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ ശശി തരൂരിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചരണം നടത്താൻ കൊണ്ടുവരണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ MP-മാരും നിലമ്പൂരിൽ ഉണ്ടെന്ന് ഓർക്കണം. എല്ലാ നേതാക്കളും നിലമ്പൂരിലുണ്ട്. വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവരും മറ്റ് നേതാക്കളും MP-മാരും MLA-മാരും എല്ലാം നിലമ്പൂരിൽ തമ്പടിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചാരണം നടത്തുന്നത്. ഇതിൽ ശശി തരൂരിനെ മാത്രം കാണുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, തരൂരിനെ അങ്ങോട്ട് അടുപ്പിക്കണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. തരൂരിനെ അടുപ്പിച്ചാൽ മുസ്ലിം വോട്ടുകളെല്ലാം സ്വരാജിന് അനുകൂലമായി വീഴുമെന്നാണ് കോൺഗ്രസിന്റെ ഭയം. അതുകൊണ്ട് തന്നെ തരൂരിനെ വിളിക്കണ്ട എന്ന് അവർ തീരുമാനിച്ചു. ഇപ്പോൾ BJP-യോട് ആഭിമുഖ്യം കാണിക്കുകയും മോദിയുടെ ഗുഡ് ബുക്കിൽ കയറി ഒരു ഇഷ്ടക്കാരനെ പോലെ ആയിത്തീരുകയും ചെയ്ത ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസിന് ഇനി ബാധ്യതയാണെന്നാണ് ഇവിടുത്തെ നേതാക്കൾ പലരും പറയുന്നത്. തരൂർ ഇനി നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്നുള്ള ഭയവും അവർക്കുണ്ട്. ഏതായാലും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ തോളത്ത് കൈയിട്ട് നടക്കുന്ന തരൂരിനെ കൊണ്ടുവന്ന് പണി ചോദിച്ചു വാങ്ങണ്ട എന്നുള്ള ഉദ്ദേശമാണത്രേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് അവർ മനഃപൂർവ്വമാണ് അദ്ദേഹത്തെ വിളിക്കാത്തതും. തരൂർ നിലമ്പൂരിലെത്തിയാൽ ജനങ്ങളെ ആകർഷിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിൽ വയ്ക്കുകയും ചെയ്തു, ശശി തരൂരിനെ പ്രചരണത്തിന് വിളിക്കണമെന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഷൗക്കത്തിന്റെ ആ ആവശ്യം തള്ളുകയായിരുന്നു. ശശി തരൂർ നിലമ്പൂരിൽ വന്നാൽ അത് CPM-ന്റെ കയ്യിൽ ആയുധമായി തീരുമെന്നും BJP-യും അതിനെ ആയുധമാക്കുമെന്നും, കാരണം നരേന്ദ്രമോദിയുടെ ക്ഷണം ശിരസാ വഹിച്ചുകൊണ്ട് പാർലമെന്ററി ഡെലിഗേഷനെ വിദേശത്തേക്ക് നയിച്ച ആളാണ് ശശി തരൂർ. ശശി തരൂരിനെ ഡെലിഗേഷന്റെ ചെയർമാനാക്കാൻ അല്ലെങ്കിൽ ഡെലിഗേഷന്റെ തലവനാക്കാൻ പറ്റില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടും അത് മറികടന്ന് സ്വന്തം നിലയ്ക്കാണ് നരേന്ദ്രമോദി ശശി തരൂരിനെ അമേരിക്കയിലേക്കുള്ള പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാക്കി, നായകനാക്കി വിട്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും തരൂരിനോട് വലിയ അരുചിയുണ്ട്, വലിയ അസന്തുഷ്ടിയുണ്ട്. ഇതെല്ലാം മുൻനിർത്തി തരൂരിനെ നിലമ്പൂരിലേക്ക് വിളിക്കണ്ടെന്നും, അങ്ങനെ വിളിച്ച് തരൂർ വന്നാൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വല്ലതും തങ്ങൾക്ക് എതിരാകുമോ എന്ന ഭയവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് 2009 ശേഷം ശശി തരൂർ നേരിട്ട് പ്രചരണത്തിൽ പങ്കെടുക്കാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്നെ ഇതാദ്യമായാണ്. തരൂരിനെ മനഃപൂർവ്വം മാറ്റി നിർത്താൻ ഹൈക്കമാൻഡിന്റെ അനുമതിയോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു.